ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ സ്കിന്നിന് കൊടുക്കുന്ന കുറച്ച് കെയറും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് മാത്രമേ ഉള്ളൂ, ഇല്ലാണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താം കേട്ടോ. കാരണം സ്കിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു നല്ല കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം റെഡ്യൂസ് ചെയ്ത് നല്ല ക്ലിയർ ആൻഡ് സോഫ്റ്റ് സ്കിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. നമ്മളിപ്പോൾ എന്തൊരു പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക, അതായത് ഫേസ് വാഷ് ഏതെങ്കിലും ഉപയോഗിച്ച് വളരെ മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ കടലമാവ് അങ്ങനെ എന്തെങ്കിലും വെച്ച് ഫേസ് വാഷ് ചെയ്ത് കളയുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് കേട്ടോ. ആ ഒരു ജെൽ കൺസിസ്റ്റൻസി വരുന്ന വളരെ മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ആ ഒരു ഫേസ് വാഷ് ഇട്ട് തന്നെയാണ് ഞാൻ ഡെയിലി ഫേസ് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ഡേർട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണത്. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത പരിപാടി നോക്കാം കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു സ്ക്രബാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള നമ്മുടെ നോർമൽ കോഫി പൗഡർ ഉണ്ടല്ലോ, അതായത് ഫിൽറ്റർ കോഫി പൗഡർ, ചെറിയ തരികളുള്ള പൗഡർ എടുക്കുക. അതൊരു ഹാഫ് സ്പൂണ് എടുക്കുക. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ അത്ര എടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ തേൻ എടുക്കുന്നുണ്ട്, ചെറുതേനാണ് കേട്ടോ. അപ്പോൾ ചെറുതേനും കൂടെ ഈ കോഫി പൗഡറിൽ യൂസ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഫേസിൽ തേക്കുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും മിക്സ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇത് ഡ്രൈ ആയി പോകും. പക്ഷേ തേൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു മോയ്സ്ചർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നന്നായിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഒട്ടും ഒഴുകി പോകാത്ത രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ഈ കോഫി പൗഡറും തേനും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഫേസിൽ ചെറുതായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഫേസിൽ ഫസ്റ്റ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് തന്നെ ഏതൊക്കെ സൈഡിലാണ് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ഫേസിലാക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാൻ കേട്ടോ. ഒരു 2 മിനിറ്റെങ്കിലും ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഞാൻ നോർമലി സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ചെയ്യാറുണ്ട്. നമുക്ക് പല രീതിയിൽ വീട്ടിൽ തന്നെ സ്ക്രബ് ചെയ്യാനുള്ള സ്ക്രബ്ബർ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ പഞ്ചസാര ചെറുതായിട്ട് തരിതരിയായിട്ടുള്ള പഞ്ചസാര നല്ല രീതിയിൽ പൊടിച്ചിട്ട് ചെറിയ ഗ്രാനുൾസ് മാത്രം ആക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് കേടോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തേനോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇതിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര സ്ലോ ആയിട്ട് മാത്രം നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ സ്പീഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഞാൻ സ്ക്രബ് ചെയ്യുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് മാത്രം നമ്മൾ മസാജ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്നത് ഒരു അടിപൊളി ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടി ലൈറ്റേൺ ആവും. അതുപോലെ തന്നെ ആ ഡെഡ് സെൽസും അതുപോലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇവയെല്ലാം റിമൂവ് ആയി പോകുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കൊരു ഫേസ് പാക്കും കൂടി തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ടെർമറിക് പൗഡർ, അതായത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ തൈരും എടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു പുളിപ്പുള്ള തൈരും കൂടി എടുക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫുൾ ഫേസ് ഞാനൊന്ന് ഡാബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫേസ് വാഷ് ചെയ്തതിന് ശേഷം. ഇനി ഞാനിത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇതും നല്ല തിക്ക് പേസ്റ്റാണ്. നമ്മൾ 2 ലെയറായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഒന്നുകൂടി ഒരു ഡബിൾ ലെയറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കേട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല തണുപ്പാണ്, നമ്മുടെ സ്കിന്നിന് നല്ലൊരു സുഖമാണ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ടെർമറിക് പൗഡറും കേടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടെ ലൈറ്റേൺ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള പാടുകളോ, അതായത് പിമ്പിൾസ് വന്നതിൻ്റെ പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിഞ്ഞതിൻ്റെ പാടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് നല്ല രീതിയിൽ സ്കിന്നിനെ ലൈറ്റേൺ ചെയ്യിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആയി പോകുന്നതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരു നല്ല
ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പിമ്പിൾസ് ഉണ്ടായിട്ട് പൊട്ടിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വൂണ്ടൊക്കെ ഹീലാകാനായിട്ട്, അതായത് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് മഞ്ഞൾപ്പൊടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കേട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റേൺ ആക്കാനായിട്ട്, നല്ല രീതിയിലൊരു വെളുപ്പൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം സ്ക്രബ്ബറിൻ്റെ കൂടെ യൂസ് ചെയ്ത തേന് നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റേൺ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോഫി പൗഡർ നല്ല എക്സ്ഫോലിയേറ്റർ ആണ്, അതുപോലെ തന്നെ നല്ല സ്കിൻ ലൈറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റോളം ഞാൻ ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിലൊരു ചേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മൾ വീക്ക്ലി ഒരു ദിവസം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു 2 ദിവസം ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ചേഞ്ച് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ നമുക്ക് ഫേസിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ വാസലിൻ്റെ ആ ഒരു ബാമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നൈറ്റ് ടൈമിലാണെങ്കിലും ഡേ ടൈമിലും വാസലിന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്കിന്നിന് ഇതുവരെ ഒരു പ്രോബ്ലം പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും ഈ ഒരു വാസലിനുമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പാക്ക് ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ വാസലിനാണ് അപ്ലൈ ചെയ്തത്. പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയുമ്പോൾ സോപ്പോ വേറൊന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ട കേട്ടോ. സിമ്പിളായിട്ട് ചുമ്മാ നമ്മളൊരു പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, നോർമൽ വാട്ടറിൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.